നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അത് താഴത്തേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് മാത്രം നെക്സ്റ്റ് ടാർഗറ്റിൽ വന്ന് ഇത് ടച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ഒരു പ്രതീക്ഷ അങ്ങനെ സംഭവിക്കും എന്നാണ്. ഇത് നമ്മൾ കാണിച്ചേക്കുന്നത് റെഡ് കളറിൽ കാണുന്നത് 1 ഡേ ക്യാൻഡലിലെ ഒരു മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. സോ ദാറ്റ് നമ്മളിത് BPCL അതേപോലെ തന്നെ മധ്യഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓർഡർ ബ്ലോക്കിനുള്ളിൽ കയറി സെക്കൻഡ് ക്യാൻഡലിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്ന് സെല്ലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചെറിയൊരു പ്രോഫിറ്റിൽ നിൽക്കുന്നു എങ്കിലും നമുക്കിവിടെ കാണുന്ന പോലെ നമ്മളുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ റെഡ് ലൈനാണ്. നമ്മൾ ഇട്ട ഓർഡർ 118 ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. അത് മൾട്ടിപ്പിൾ ഓർഡേഴ്സായിട്ടാണ് നമ്മളുടെ ബ്രാക്കറ്റ് ഓർഡറിൽ കയറി വെക്കുന്നത്. സോ ദാറ്റ് നമുക്കിതിന് സ്റ്റോപ്പ് ലോസിലേക്ക് ഇറക്കി വെക്കണമെങ്കിൽ കുറച്ച് പണി അവിടെ ഉണ്ട്. എനിവേ നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ് വരുന്നത് 1:2 ഇവിടെയാണ്. അത് ഡേ ലോയുടെ കീഴെയാണ് വരുന്നത്. ഇന്നിപ്പോൾ വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡലിൽ നല്ല വോളിയം കാണിച്ചിരുന്നു. അതിനുശേഷം വോളിയത്തിൽ ഇടിവാണ് കാണിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. ഈ ക്യാൻഡിൽ അവസാനിക്കാൻ ഏകദേശം 1 മിനിറ്റ് അവശേഷിക്കുന്നു. നമ്മുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്കൊരു പുഷ് തരികയാണെങ്കിൽ അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള 266, 75 എല്ലാം കൂടെ ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ 1% വെച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ബുള്ളിഷ്, കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്തുവാണ്. ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ എയ്തർ വേണമെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ മതി. കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1%ലേക്കൊന്നും പോയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല, താഴത്തേക്കാണത് ബ്രേക്ക് ചെയ്ത് പോരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ 1:1 ഇതാണ്, 1:2 ഇവിടെയാണ്. അപ്പോൾ 1:2 ഓട്ടോമാറ്റിക്കലി അവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇന്ന് എങ്ങോട്ട് പോകും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 താഴത്തേക്ക് പോരുന്നുണ്ട്. ഇനി ആക്ച്വൽ നമ്മുടെ റിസ്ക് റിവാർഡ് നമുക്ക് മാക്സിമം എടുക്കാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ പ്രൈസ് ആയിട്ടുള്ള 265.42 ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 0.5% സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ ആൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ എടുത്താൽ 3.5%, 1:3, 3.5 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് അത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1:4 ഇന്ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഇപ്പോൾ വെച്ചേക്കുന്ന ഏരിയ ഹൈ ആണ്. ഇന്നത്തെ ഹൈ എന്ന് കണക്ക് കൂട്ടിയാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ 2.3% മൂവ് ചെയ്യേണ്ടത്. അത് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എന്നിരുന്നാൽ പോലും നമ്മളിന്ന് അത്രയൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. നമ്മൾ 1:2 എടുക്കാനോ ഇല്ലെങ്കിൽ 1:2 അടുത്തെത്തുമ്പോൾ 1:1 ട്രയൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ കുറച്ചധികം ദിവസത്തേക്ക് ഡിഫൻസ് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് തട്ടിപ്പോകാനുള്ളതേ ഉള്ളൂ. അവിടുന്ന് നല്ലൊരു ഫോള് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയാറുണ്ട് ഫസ്റ്റ് 1 മിനിറ്റ് മാർക്കറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ക്യാൻഡിൽ അതിന് ഓപ്പോസിറ്റ് കളറിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെജോറിറ്റി ഓഫ് ടൈം നമ്മളങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതിവിടെ സംഭവിച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് എടുക്കാനും സാധ്യതയുണ്ട്. എനിവേ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളൊരു ദിവസം കൊടുക്കാവുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 0.5% നമ്മൾ എന്തായാലും കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് വൊളാറ്റിലിറ്റി മൂലം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് തോണ്ടിയിട്ട് പോകുന്ന ഒരു പ്രവണത കാണപ്പെടാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി 1% നമ്മൾ സ്റ്റോപ്പ് ലോസ് ആദ്യം വെച്ചിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇറക്കി 0.5%ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമ്മൾ നമ്മുടെ റൂൾസ് അനുസരിച്ച് കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതാണ് നമ്മളുടെ കഴിവായിട്ട് ഇവിടെ നമുക്ക്
പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പാർട്ട്. സോ അത് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അത് നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമ്മളുടെ നഷ്ടമല്ല, അത് നമ്മളുടെ നേട്ടമാണ്. ഓക്കെ. മാർക്കറ്റിനെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നമുക്കാർക്കും സാധിക്കില്ല. എന്നാൽ മാർക്കറ്റിൻ്റെ മൂവ് കണ്ടിട്ട് ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാൽ മാത്രമേ നമുക്കൊരു ട്രേഡിൽ എൻട്രി ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി പ്രകാരം എല്ലായ്പ്പോഴും അത് 70% അതിലധികം തവണയോ അത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിന് അനുകൂലമായിട്ടാണ്. സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ റിവേഴ്സൽ ട്രേഡ്സാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു എൻട്രി ആയിരുന്നു നമ്മൾ ഇന്നിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ അടിക്കാതിരിക്കുകയോ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തിട്ട് പോരുന്നു, അതല്ല എങ്കിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന്, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, നമ്മുടെ ജേണൽ നോക്കുന്ന ആൾക്കാർക്ക് കാണാം 50%-ലധികവും നമുക്ക് എടുക്കുന്ന എൻട്രികളിൽ പ്രോഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ 50% എബോവ് വിൻ റേഷ്യോ ഇത് ബൈ ഡിഫോൾട്ട് തരുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെയാണ്. നമുക്കിവിടെ R2 ഒരു പിവോട്ട് ലൈൻ ഇവിടെ കാണാം. ഈ പിവോട്ട് ലൈനിനെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാർ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പല പല സ്ട്രാറ്റജികളാണ് ആൾക്കാർ പൊതുവിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിവോട്ട് പോയിൻ്റ് ഒരു സ്റ്റൈലാണ്. MACD, മൂവിങ് ആവറേജ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഓരോ ആൾക്കാരും അവരുടേതായ വ്യത്യസ്ത ശൈലിയിൽ ട്രേഡ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ സെല്ല് ചെയ്ത ആൾക്കാർ കുറേ പേരുണ്ടാവാം. ഇവിടെ ഇത് മേളിൽ ക്ലോസിങ് തന്നിട്ട് ഈ പിവോട്ട് പോയിന്റിലേക്ക് റീടെസ്റ്റ് വന്നപ്പോൾ ആ റീടെസ്റ്റ് എൻട്രി ആയിട്ട് ലോങ് എൻട്രി എടുത്തേക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം. എല്ലാം ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യും. അതിപ്പോൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും, അനുകൂലമാണെങ്കിൽ നമുക്കിന്ന് ടാർഗറ്റും കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒരു 50-50 ചാൻസിൻ്റെ ഒരു ഗെയിമാണ്. അപ്പോൾ ആ ക്യാൻഡിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മളുടെ എൻട്രി പോയിൻ്റ് കൃത്യമായിട്ട് ആ പിവോട്ട് ലൈൻ തന്നെയാണ്. സോ ദാറ്റ് നമ്മളുടെ ആ പിവോട്ട് ലൈനിന് താഴെ നമുക്കൊരു ക്ലോസിങ് ആക്ച്വലി പിന്നീട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൻ്റെ സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയേക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം എന്ന് ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമുക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് നല്ലൊരു മൂവ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ 1:1 അടുത്തേക്ക് മാർക്കറ്റ് വരുവാണ്. നമ്മൾ നിഫ്റ്റി 50 ഈ സമയം നോക്കുവാണെങ്കിൽ അതിപ്പോഴും സ്റ്റിൽ വലിയ മൂവിംഗ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ നിഫ്റ്റി 50 മുകളിലേക്ക് മൂവ് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ സ്റ്റോക്ക് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു. അതായത് നിഫ്റ്റി 50ക്ക് അഗൈൻസ്റ്റ് അത് വർക്ക് ചെയ്യുന്നു. സോ ദാറ്റ് നിഫ്റ്റി 50 ഇനി വീഴുകയാണെങ്കിൽ ഇത് ഫർദർ കുറച്ചും കൂടെ നല്ല രീതിയിൽ താഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് ഒരു പക്ഷേ മൂവ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്ന പോലെ ഈ കാണുന്ന റെഡ് ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മളുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് വരുന്നത്. 1:1 ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അതിലേക്ക് ഒന്ന് ട്രയൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തോന്നലാണ് ഇപ്പോഴുള്ളത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ കാണുന്നത് വിപ്രോയുടെ ചാർട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഫോള് കണ്ടു. ഈ കാണുന്ന റെഡ് ലൈൻ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഡേ ക്യാൻഡിലെ മേജർ സപ്പോർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓർഡർ ബ്ലോക്കിന് മുകളിൽ കയറിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിൽ ഇവിടെ റീടെസ്റ്റ് തരുവാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇന്നത്തെ ഡേ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1:2 അവിടെ കിട്ടുന്നതാണ്. എനിവേ ഇതിൽ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നതാണ് ഡൗൺ സൈഡ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ 1% ആണ് സ്റ്റോപ്പ് ലോസ് ഫസ്റ്റിലെ തന്നെ വെക്കുന്നതെങ്കിൽ പോലും ഇതിനകത്ത് 1.3% ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ONGC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓർഡർ ബ്ലോക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് താഴത്തേക്ക് ഡേ ലോയിലേക്ക് വന്നാൽ തന്നെ 1:2 അവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത് ആ രീതിയിൽ വർക്ക് ചെയ്യും എന്ന് വിചാരിക്കാം. ഇനി NTPCയിലേക്ക് വന്നാലും നമ്മുടെ ഓർഡർ ബ്ലോക്ക്
മോശമല്ലാത്ത രീതിയിൽ തന്നെ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് ക്ലോസിങ് തരുമ്പോൾ ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടുന്ന് 0.5% സ്റ്റോപ്പ് ലോസ് ഇമ്മീഡിയറ്റ്ലി വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിപ്പോകും. അതല്ല ഫസ്റ്റ് നമ്മൾ വെച്ചതുപോലെ 1% സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്നുണ്ടാവില്ല. അതിനുശേഷം ഇപ്പോൾ ആൾ നിൽക്കുന്നത് പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലുള്ളത്. ഇനി താഴത്തേക്ക് ഡേ ലോയിലേക്ക് ഇത് വരികയാണെങ്കിൽ 1:3 വരെ വേണമെങ്കിലും ആൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. എനിവേ 1:2 അവിടെ കിട്ടേണ്ടതാണ്. പവർ ഗ്രിഡ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ ഇവിടെ വന്ന് ഹിറ്റ് തന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നത്, നമ്മൾ പൊതുവായിട്ട് അങ്ങനെയാണല്ലോ എടുക്കുന്നത്, ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ അത് പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1:2 ഓൾറെഡി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഇന്നിനി വീണ്ടും ഒരു 1:2 താഴത്തേക്കും കൂടെ കിട്ടാനുള്ള സാധ്യതയൊക്കെ പറയാവുന്നതാണ്. ഓൾറെഡി 1:1 ഓളാണ് അയാൾ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റോക്കിലേക്ക് തിരികെ വന്നാൽ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ താഴത്തേക്ക് ബ്രേക്ക് തന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഓർഡർ ബ്ലോക്കിന് താഴെ ഒരു ക്ലോസിങ് തന്നത്. അതിനുശേഷം ഇവിടെ റീടെസ്റ്റ് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും താഴത്തേക്ക് ഇനി 1:2 3 താഴത്തേക്ക് കിട്ടാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇനി ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. താഴത്തേക്ക് നടത്തിയിരുന്നത് ഒരു ഫേക്ക് മൂവ് ആയിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു ക്യാൻഡിൽ, വലിയൊരു മൂവ് മുകളിലേക്ക് ഇപ്പോൾ തന്നിട്ടുണ്ട്. എനിവേ ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് പോരുകയാവാം, നമുക്കറിയത്തില്ല. എന്തായാലും നമ്മളിവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനസിക ബുദ്ധിമുട്ടൊന്നും തന്നെ മാർക്കറ്റിൽ നേരിടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയാൽ മിക്കവാറും മുകളിലേക്ക് വലിയൊരു മൂവ് നടക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയവും ഇതായിരിക്കാനാണ് സാധ്യത. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്കുള്ള, അതായത് ഡേ ഹൈയെ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. മുകളിലേക്കുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിലാണ് മാർക്കറ്റ് നിഫ്റ്റി 50 ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പതിയെ നോക്കാം. മാർക്കറ്റ് ഡേ ഹൈയുടെ തൊട്ടടുത്താണ്. ഡേ ഹൈ എന്ന് പറയുന്നത് 266.32 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് 266.75 അവിടെ ബ്രേക്ക് ചെയ്താൽ വലിയൊരു മൂവ് മുകളിലേക്ക് വരാനാണ് സാധ്യത. കഴിഞ്ഞ ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളിയത്തോടു കൂടിയാണ് ആ നല്ല മൂവ് മുകളിലേക്ക് നടത്തിയിരിക്കുന്നത്. ആ ക്യാൻഡിൽ അങ്ങനെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം ഓർഡർ ബ്ലോക്കിന് മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. നിഫ്റ്റി 50 ഇതൊരു ഡേ ക്യാൻഡിലെ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ മേ ബി വർക്ക് ചെയ്തേക്കാം. എനിവേ അത് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രസക്തിയില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്ക് മാർക്കറ്റ് പോവുകയാണ്. ഡേ ഹൈയെ മാർക്കറ്റ് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. $266.50 മാർക്കറ്റ് എത്തുന്നു. അവിടെ വലിയ ഓർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ട്രിഗർ ആകുന്നതാണ്.
അങ്ങനെ ഈ ഒരു ക്യാൻഡിലും അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോവുകയാണ്. അത്യാവശ്യം പ്രധാനമില്ലാത്ത പോയിൻ്റൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. രണ്ട് ക്യാൻഡിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് നെഗറ്റീവ് വെച്ചു. നമ്മുടെ സ്റ്റോക്കും അതിന് അഗൻസ്റ്റാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ എങ്ങും പോയിട്ടില്ല. അത് അതേ പ്ലേസിൽ അവിടെ ഒരു റേഞ്ച് വെച്ചിട്ട് അവിടെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇന്നത്തെ ഡേ ഹൈ വരെ അതൊരു റേഞ്ചാണെന്ന് കരുതിയാൽ 0.76%, 0.75% ഒരു റേഞ്ചാണ് അവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനി താഴത്തേക്ക് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമോ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 0.75% താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് 1:2 അതിനുള്ളിലാണ് വരുന്നത്. അത് ഹിറ്റാവേണ്ടതാണ്. നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഡേ ഹൈയിൽ തന്നെ തുടരുകയാണ്. സോ ഇവിടെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്താൽ ഇതുവരെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാവുന്നതായിരുന്നു. അതിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. ഒരു റീടെസ്റ്റ് അവിടെ വരുന്നത് പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് താഴത്തേക്ക് ഒരു ഫോള് കിട്ടാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിലും ആ സമയത്ത് ഒരു ഫോള് ഒരു പക്ഷേ കിട്ടിയേക്കാം. വോളിയം വന്നേക്കുന്നത് ഈ രീതിയിലാണ്. കഴിഞ്ഞ ആ ഒരു ക്യാൻഡിൽ നല്ലൊരു വോളിയം, അത് താഴത്തേക്ക് ബ്രേക്കാണ് തന്നിരുന്നത്. എനിവേ നമുക്ക് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുന്നു. ധാരാളം സമയത്തിന് ശേഷം വലിയ മൂവൊന്നും മാർക്കറ്റ് ആക്ച്വലി നടത്തിയിട്ടില്ല. ഓർഡർ ബ്ലോക്കിന് വെളിയിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട് എന്നത് മാത്രം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കാലത്തെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിനുള്ളിൽ ക്ലോസിങ് തന്നതിന് ശേഷം ഇതുവരെ ഇപ്പോൾ 3 മണിക്കൂർ 50 മിനിറ്റ് കഴിഞ്ഞു. കാലത്ത് വെച്ച ആ റേഞ്ചിനെ മാർക്കറ്റ് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അത് നമ്മളുടെ ടാർഗറ്റ് തരാൻ പിന്നെ വലിയ താമസം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ലോ വരുന്നത് 265.50 അപ്പോൾ അതിനൊന്ന് താഴത്തേക്കൊരു ബ്രേക്ക് നമുക്ക് കിട്ടണം. സെറോദയുടെ ഡോം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ BPCLൻ്റെ ഡോമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 64.50 ആ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഓർഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു 9,000-ഓളം ഓർഡർ ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യപ്പെടാനാണ് സാധ്യത. ബൈയിങ് സൈഡാണ് അത് കാണിച്ചേക്കുന്നത്. സോ അവിടെ മാർക്കറ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് നല്ല രീതിയിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. യെസ്, അങ്ങോട്ട് മാർക്കറ്റ് എത്തുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫൈൻഡ് ഔട്ട് ചെയ്യാറുള്ള പോലെ ഇവിടെ നിന്നും ആ ഒരു റേഞ്ച് നമ്മൾ മുകളിലേക്ക് മെഷർ ചെയ്താൽ അതവിടെ നിന്നും ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് വരാവുന്ന താഴത്ത് ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന ഈ ഒരു ലൈൻ വരെയാണ് മിനിമം പോരേണ്ടത്. ഇനി അവിടെ വരെ വരുന്നില്ല എങ്കിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് ഇത് റിവേഴ്സൽ എടുക്കാനും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആ മധ്യഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഓപ്പണിങ്ങുമാണ്. സോ ദാറ്റ് ഇവിടെ വരെ വന്നാൽ നമുക്ക് പിന്നെ പറ്റുമെങ്കിൽ 1:1 അല്ലെങ്കിൽ ബ്രേക്ക് ഈവനിലോ
നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ന് പിന്നീട് നമുക്ക് ലോസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ ബ്രേക്ക് കിട്ടാൻ തന്നെ നല്ല കാലതാമസം നേരിടുന്നതായിട്ടാണ് കാണുന്നത്. പതിനായിരത്തിൽ താഴെ ഓർഡർ അവിടെ ഉള്ളൂ. എന്തായാലും അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി നോക്കാം. ഓക്കെ, അവിടെ നമുക്ക് വളരെ മികച്ച ഒരു ബ്രേക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അടുത്ത കുറച്ച് ഹ്യൂജ് ഓർഡേഴ്സ് എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഹ്യൂജ് എന്ന് പറയാവുന്ന രീതിയിൽ ഓർഡർ ഒന്നും താഴത്തേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ബ്രേക്ക് കിട്ടി. ഇനി ആ ബ്രേക്ക് ഡേലോയുടെ അല്ലെങ്കിൽ ആ സ്വിംഗ്ലോയുടെ താഴത്ത് ക്ലോസിങ് തരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെ ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് മനോഹരമായിരുന്നു. അല്ലെങ്കിലും ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ വീണ്ടും ഒരു ഓർഡർ ബ്ലോക്കിൽ ഒരു റീടെസ്റ്റ് തന്നിട്ട് തിരികെ പതുക്കെ ആയിരിക്കാം താഴത്തേക്ക് പോരുന്നത്. എനിവേ നിഫ്റ്റി 50യും താഴത്തേക്കൊരു മൂവാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഒരു പക്ഷേ മാർക്കറ്റ് നമുക്ക് അനുകൂലമായേക്കാം. എന്തായാലും 1:1 ടച്ച് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ട്രയലിങ്ങിനെ പറ്റി ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുന്നില്ല. അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മൂവാണ് മാർക്കറ്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നിഫ്റ്റി 50യും ഏതാണ്ട് സെയിം പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾക്ക് 1:1 മിനിമം അത് ടച്ച് ചെയ്യണം. അതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ സമയം 2:30. നമ്മൾ കാലത്തെ മുതൽ ട്രേഡ് ഏതാണ്ട് സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി എടുത്തതാണ്. സ്റ്റിൽ നമ്മളത് ഹോൾഡ് ചെയ്യുവാണ്. അപ്പോൾ ചില ആൾക്കാർ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. അതിനുശേഷം അപ്പോൾ സ്റ്റോപ്പ് ലോസും വെച്ചു ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് മാനുവലി ഇടപെടാതിരുന്നാൽ മാത്രം മതി. 3 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്, അല്ലെങ്കിൽ 3:10 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ക്വയർ ഓഫ് നമ്മളുടെ ബ്രോക്കർ നടത്തുന്ന ടൈം, കട്ട് ഓഫ് ടൈം ഏതാണെന്ന് നോക്കിയിട്ട് അതിന് മുന്നേ നമ്മൾ മാനുവലി എക്സിറ്റ് എടുക്കുക. അതിപ്പോൾ പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ്, ലോസ് എങ്കിൽ ലോസ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് നമ്മളുടെ ജസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിൽക്കുവാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജൊക്കെ വന്നപ്പോൾ പല തവണ നമുക്ക് എക്സിറ്റ് എടുത്താലോ എന്ന് തോന്നിയതാണ്. പക്ഷേ അവിടെയൊക്കെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സൈക്കോളജിക്കലി നമ്മുടെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകുന്ന സംഭവമാണ്. അതർവൈസ് ഒരു ട്രേഡ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 2 സാധ്യതയാണുള്ളത്. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടിയാൽ. വളരെ വിരളമായി ഇതുപോലത്തെ വല്ല ദിവസങ്ങളിലും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാതെയും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ വിരളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടാർഗറ്റ് വെക്കുക, ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. അതിനുശേഷം 40% വിൻ റേഷ്യോ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്രൊവൈഡഡ് നമ്മൾ 1:2 റിസ്ക് റിവാർഡാണ് വെക്കുന്നതെങ്കിൽ അത് വളരെ നല്ല വിൻ റേഷ്യോ ആണ്. നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. സോ ദാറ്റ് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങനെ വലിയ മൂവൊന്നും അല്ല ഇതുവരെ നടത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ മാർക്കറ്റിൽ നിന്ന് വെച്ചേക്കുന്നത് ജസ്റ്റ് 1.33% മൂവേ തന്നിട്ടുള്ളൂ. സോ ദാറ്റ് ഒരു 2% മൂവ് വെക്കണമെങ്കിൽ മാർക്കറ്റിന് പോവേണ്ടത് ഒന്നുകിൽ മുകളിലേക്ക് പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാം, അല്ലെങ്കിൽ താഴത്തേക്ക് വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ടാർഗറ്റ് അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു മനോഭാവം നമ്മൾ, അതിന് വലിയ വർക്കൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുക. അതിനുശേഷം 3 മണി വരെ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇനി 1:1 1:2 അടുത്തൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം. ആ ട്രയലും സ്റ്റോപ്പ് ലോസും മാത്രം പിന്നെ അനക്കുക എന്നത് മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മാനുവൽ എക്സിറ്റ് എടുക്കാതിരിക്കുക. ഇത്ര മാത്രം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഒക്കെ മാനസികമായിട്ട് വന്നോളും. അപ്പോൾ എന്തായാലും നമുക്ക് 3:30 വരെ
സമയമുണ്ട്. ഇനി 1 മണിക്കൂറാണ് സമയമുള്ളത്. നമുക്കൊരു 3:10 വരെ എന്തായാലും ഈ ട്രേഡ് എന്താകും എന്നൊന്ന് നോക്കാം. ഇപ്പോൾ സമയം 2:55 മാർക്കറ്റ് സ്റ്റിൽ എങ്ങും തന്നെ പോയിട്ടില്ല എന്ന് പറയാവുന്ന രീതിയിലാണ്. താഴത്തേക്ക് ഇനി ഒരു ബ്രേക്ക് തരുമോ, അല്ലെങ്കിൽ തരിക എന്നതാണ് നമ്മളുടെ ആവശ്യം. ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും അതിലും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാം എന്ന് കരുതുകയാണ്. കാരണം മാർക്കറ്റ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. തിരികെ വന്നിന് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിലും നല്ലത് ഇതാണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നത്. അങ്ങോട്ടേക്ക് വെക്കുകയാണെങ്കിൽ 1:1 ടച്ച് ചെയ്താൽ അത് മാനുവൽ എക്സിറ്റ് എടുത്താലും തെറ്റില്ല. കാരണം ഇനി അധിക സമയം നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കെന്തായാലും നോക്കാം. സമയം അങ്ങനെ 3 മണിയോട് അടുക്കുകയാണ്. സോ ദാറ്റ് നമ്മൾ ട്രയൽ ആൻഡ് സ്റ്റോപ്പ് ലോസ് എന്തായാലും വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ട്രയൽ ആൻഡ് സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3:10 നമ്മൾ അതും ഹിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവൽ എക്സിറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. നമുക്കെന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡോമിൽ നമുക്കൊരു 15,000 ഓർഡർ 264.50 കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതിവിടെയാണ്. അങ്ങനെ കഴിഞ്ഞ ക്യാൻഡിലും ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 മിനിറ്റും കൂടെ നമുക്കുള്ളൂ. 3:10 എന്തായാലും നമുക്ക് എക്സിറ്റ് എടുക്കണം. അത് മാനുവലി എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രോക്കർ സ്ക്വയർ ഓഫ് നടത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചാർജും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യപ്പെടും. സോ ദാറ്റ് ഈ ക്യാൻഡലിൻ്റെ അവസാനത്തേക്ക് നമുക്ക് ട്രയൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മാനുവൽ എക്സിറ്റ് പോകേണ്ടി വരും. നമ്മുടെ ട്രയൽ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് അടിച്ചിട്ടുണ്ട്. 38 രൂപ നിങ്ങൾക്കിവിടെ കാണാം പ്രോഫിറ്റ്. സോ ദാറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ന് ചാർജസ് ആയിട്ടൊന്നും പോകത്തില്ല. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. ചാർജസ് വരുന്നത് 33.52 അപ്പോൾ അത് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇന്നത്തെ ട്രേഡ് ഈ പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയും ദിവസങ്ങളുണ്ടാവാം. മാർക്കറ്റ് ഒരനക്കവുമില്ലാതെ അവശേഷിച്ചു. ഇന്നിന് ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ ഈ ദിവസം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ ആണ്. ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുത്തു അങ്ങ് മാർക്കറ്റ് പോവുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി പറഞ്ഞാൽ വലിയ മൂവൊന്നുമല്ല. ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് മാർക്കറ്റ് നിന്നത് വളരെ ചെറിയ ഒരു റേഞ്ചിനുള്ളിലാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. 1.3% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്നിരുന്നാൽ പോലും നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അത്രമാത്രം മനോഹരമാണ് എന്നതാണ് ഇതിവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. കാരണം അവിടെ നിന്ന് നമ്മളെടുത്തൊരു എൻട്രി സ്റ്റോപ്പ് ലോസ് കിട്ടിയാതെ ഇത്ര നേരം അത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ദാറ്റ് സ്ട്രാറ്റജി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ജേണലും കൂടെ എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജേണലിൻ്റെ റിസൾട്ട് ഇതാണ്. 191 ദിവസം ടോട്ടൽ നമ്മളിതുവരെ ട്രേഡ് ചെയ്തതിൽ 100 ദിവസം 106 ദിവസം ലോസും 85 ദിവസം പ്രോഫിറ്റും നെറ്റ് 44.5% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാലാണെങ്കിൽ പോലും നമ്മൾ 6 ദിവസം പ്രോഫിറ്റും 6 ദിവസം ലോസുമാണ്. 50% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഓവറോൾ നമുക്ക് കിട്ടിയേക്കുന്ന വിൻ റേഷ്യോ 53%. നമ്മൾ പറയാറുണ്ട് 40% നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല. 50% കിട്ടിയിട്ടോ. അതിന് കാരണം ഈ 3 ദിവസമാണ്. അതായത് ഓവർ ട്രേഡിംഗ് ആണ് ഒരു ട്രേഡറെ നശിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് എക്സാക്ട്ലി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണിത്. 3 ദിവസം ഓവർ ട്രേഡ് ചെയ്തതുകൊണ്ട് 1,100 രൂപയ്ക്ക് മുകളിൽ നമ്മൾ അതിനകത്ത് മാത്രം ലോസ് വരുത്തിയിട്ടുണ്ട്. ആ ലോസ് ഒഴിച്ച് നിർത്തിയിരുന്നെങ്കിൽ, ഓവർ ട്രേഡിംഗ് അല്ലായിരുന്നുവെങ്കിൽ നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് കയറും. അപ്പോൾ അതാണ് ഓവർ ട്രേഡിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.